ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം 2-ാം വാരം ഞായറാഴ്ച. ഇന്ന് ആഗോള കത്തോലിക്ക സഭ കരുണയുടെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇത് കരുണയുടെ ഞായർ ആയിട്ടാണ് സഭ കൊണ്ടാടുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ഉദ്ധാനത്തിന് ശേഷം അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നാൽ അവിടെ തോമസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി യേശുനാഥൻ പ്രത്യക്ഷപ്പെടുകയും അപ്പോസ്തലൻ യേശുനാഥൻ്റെ മുൻപിൽ മുട്ടുകുത്തി എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ രംഗങ്ങൾക്കാണ് സുവിശേഷത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നത്തെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് കരുണയുടെ തിരുനാളായിട്ടാണ്. കാരണം സിസ്റ്റർ ഫൗസ്റ്റീനയ്ക്ക് യേശുനാഥൻ വെളിപ്പെടുത്തിയ കരുണയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ തിരുനാൾ കൊണ്ടാടുന്നത്. അവിടുന്ന് അവസാന കാലഘട്ടങ്ങളിൽ തൻ്റെ കരുണയിലേക്ക് എല്ലാ മനുഷ്യരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ തിരുനാൾ ഓരോ മനുഷ്യനെയും ദൈവ കരുണയുടെ ആഴത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു വിളിയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് ഈ കരുണയെക്കുറിച്ചൊക്കെ കാണാൻ സാധിക്കും. ഒന്നാമത് യേശുനാഥൻ പ്രത്യക്ഷപ്പെട്ട് അപ്പോസ്തലന്മാരോട് ആദ്യം പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് അവിടുന്ന് ആത്മാവിനെ അവരിലേക്ക് നിശ്വസിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ആരുടെയൊക്കെ പാപങ്ങൾ പൊറുക്കുന്നു അവയൊക്കെ പൊറുക്കപ്പെടും, നിങ്ങൾ ആരുടെയൊക്കെ പാപങ്ങൾ ബന്ധിക്കുന്നു അതൊക്കെ ബന്ധിക്കപ്പെടുമെന്നാണ്. അപ്പം ആദ്യം തന്നെ ആത്മാവിനെ കൊടുക്കുന്നത് പാപങ്ങൾ പൊറുക്കാനാണ്, ക്ഷമിക്കാനാണ്. അപ്പം സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ മനോഹരമായൊരു കാര്യം, അവർ ഭയത്തോടെ ആ മുറിക്കുള്ളിൽ അടച്ചിരുന്നു എന്നാണ്. അവർ ഭയപ്പെട്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്ന യഹൂദരെയും റോമക്കാരെയും ഒക്കെയാണ്. കാരണം യേശുനാഥനെ കൊലപ്പെടുത്തിയവർ തങ്ങളെയും കൊലപ്പെടുത്താൻ വരുമെന്നുള്ള ഭയം, അത് വെറും ഭയം മാത്രമായിരുന്നില്ല, അവർക്ക് വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരോട്. അവർ യേശുനാഥനെ കൊന്നു, അങ്ങനെ തന്നെ തങ്ങളുടെ വലിയ സ്വപ്നങ്ങളെയൊക്കെ തകർത്ത് കളഞ്ഞു, ഇനി തങ്ങളെ വേട്ടാടാൻ വരും എന്നൊക്കെയുള്ള ചിന്തകളൊക്കെയാണ് അവരെ ഈ ഒളിച്ചിരിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഹൃദയത്തിൽ മുഴുവനും വെറുപ്പും വിദ്വേഷമൊക്കെ ആയി ഭയം നിറഞ്ഞിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ വെറുപ്പും വിദ്വേഷമൊക്കെ പാട്ട് നിങ്ങൾ ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ്. അപ്പോൾ ക്ഷമിക്കാൻ ആത്മാവിനെ കുടിക്കാൻ, അത് തന്നെയാണ് ഈ കരുണയുടെ തിരുനാളിൻ്റെ വളരെ മനോഹരമായ സുവിശേഷ ഭാഗമെന്ന് പറയുന്നത്. കരുണ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാരണവുമില്ലാതെ ക്ഷമിക്കാനും സ്നേഹിക്കാനും എടുക്കുന്ന തീരുമാനമാണ്. സ്നേഹിക്കാൻ കാരണങ്ങളുണ്ടാവാം, സ്നേഹിക്കപ്പെടാൻ കാരണങ്ങളുണ്ടാവും, മനുഷ്യരുണ്ടാവാം. പക്ഷെ ഇവിടെ ഒരർഹതയും ഇല്ലായിരുന്നിട്ട് പോലും നമ്മൾ ക്ഷമിക്കുകയും സ്നേഹം കാണിക്കുകയും ചെയ്യുന്നതിനെയാണ് കരുണ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ കരുണ വളരെയധികം യേശുനാഥൻ മനുഷ്യരോട് കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷവും അതിന് സാക്ഷിയാണ്. ഈ അപ്പോസ്തലന്മാരുടെ കാര്യത്തിൽ അവൻ എത്രമാത്രം കരുണയും സ്നേഹവും കാണിക്കുന്നുണ്ടെന്ന് സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ്റെയോടൊപ്പം നടന്ന ശിഷ്യന്മാർ, എന്നാൽ ഉദ്ധാനത്തിന് ശേഷം അവിടുത്തെ ഉദ്ധാനത്തിൽ ശിഷ്യന്മാർ വിശ്വസിക്കുന്നില്ല. ആദ്യം മഗ്ദലന മറിയത്തിനും മറ്റ് സ്ത്രീകൾക്കും യേശുനാഥൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ പ്രത്യക്ഷപ്പെടലിന് ശേഷം ഈ മഗ്ദലന മറിയമെന്ന് അപ്പോസ്തലന്മാരോട് യേശുനാഥൻ ഉയർത്തു എന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. വീണ്ടും എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് യേശുനാഥൻ വെളിപ്പെടുകയാണ്. ആ ശിഷ്യന്മാർ വന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലന്മാർ വിശ്വസിക്കുന്നില്ല. പിന്നീട് യേശുനാഥൻ നേരിട്ട് വരികയാണ്. അപ്പോൾ ഇവരോട് കരുണ കാണിച്ചു എന്ന് പറയുമ്പോൾ ഇവർ വിശ്വസിക്കാതിരുന്നിട്ട് പോലും അവർക്ക് മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറാകുന്ന യേശുനാഥൻ അഗാധമായ സ്നേഹമാണ് കാണിക്കുന്നത്. ഇവരെന്ത് അർഹതപ്പെട്ടവരാണ്? യേശുനാഥൻ്റെ സ്നേഹത്തിന് എന്ത് അർഹതയുണ്ട് ഇവർക്ക്? ഒരർഹതയില്ലായിരുന്നിട്ട് പോലും അവൻ അവരോട് സ്നേഹം കാണിക്കുകയാണ്, കരുണ കാണിക്കുകയാണ്. അതാണ് അവൻ അവർക്ക് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ അവിടെ വീണ്ടും നമ്മളെ വിസ്മയിപ്പിക്കുന്നത് ഒരപ്പോസ്തലൻ അവിടെ ഇല്ല, അത് തോമസ് അപ്പോസ്തലനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ 11 പേരും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്, യേശുനാഥൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തോമസ് അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. വീണ്ടും തോമസിന് വേണ്ടി യേശുനാഥൻ അവിടെ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് തോമസിന് മുമ്പിൽ തൻ്റെ ശരീരം കാണിച്ചു കൊടുത്തുകൊണ്ട് തൊട്ടു നോക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ തോമസ് കണ്ണ് നിറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമസ് ആ തിരിച്ചറിവുണ്ടായത് യേശുനാഥൻ്റെ അഗാധമായ കരുണ അവൻ്റെ ജീവിതത്തിലേക്ക് നിറഞ്ഞ് ഒഴുകിയത് കൊണ്ടാണ് അവൻ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചത്. അപ്പോൾ യേശുവിലുള്ള ദൈവികത കരുണയുടെ പൂർത്തീകരണമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അഗാധമായ സ്നേഹം, വളരെ വിശാലമായ സ്നേഹവും കരുണയും യേശുനാഥൻ ശിഷ്യന്മാരിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇത് യേശുനാഥൻ ഇങ്ങനെ അഗാധമായി നമ്മളെ സ്നേഹിച്ചിരിപ്പുണ്ട്. ഈ സ്നേഹത്തിലേക്കുള്ളൊരു തിരിച്ചുവിളിയാണ് കരുണയുടെ തിരുനാൾ. യേശുനാഥൻ്റെ അഗാധമായ സ്നേഹത്തെ തിരിച്ചറിയുക. നമ്മൾ വിശ്വസിക്കാതിരിക്കുമ്പോഴും അവനിൽ നിന്ന് ഓടി മറയാൻ കാരണങ്ങൾ കണ്ടെത്തുമ്പോഴും നമ്മുടെ അടുക്കിലേക്ക് വരാൻ അവിടുന്ന് കാരണം കണ്ടെത്തുകയാണ്. ഇവിടെ ഈ അപ്പോസ്തലന്മാർ ഉദ്ധിതനായ യേശുനാഥനെ തിരക്കി പോകുന്നതല്ല. കാരണം യേശുനാഥൻ അപ്പോസ്തലന്മാരെ തിരക്കി വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ കരുണയുടെ ചിത്രം ഫൗസ്റ്റീനയ്ക്ക് യേശുനാഥൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു കൊടുത്ത് ഫൗസ്റ്റീന വരപ്പിച്ച കരുണയുടെ ചിത്രം വളരെ മനോഹരമായ അർത്ഥങ്ങൾ നിലകൊള്ളുന്ന ചിത്രമാണ്. അതിൽ 2 കാര്യങ്ങൾ നമുക്കിന്ന് ധ്യാനിക്കാൻ സാധിക്കും ഈ കരുണയുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ഈ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പശ്ചാത്തലം വളരെ ഇരുട്ട് നിറഞ്ഞ ഒരു പശ്ചാത്തലമാണ്, ഒരു ഇരുണ്ട പശ്ചാത്തലമാണ്, കറുത്ത പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ യേശുനാഥൻ വെളിച്ചമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇരുളടഞ്ഞ ഈ ലോകത്തിൻ്റെ
എല്ലാ സ്നേഹരാഹിത്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് സ്നേഹമാവുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശം. ഈ അപ്പോസ്തലന്മാർ ഇരുളടഞ്ഞ മുറിയിലാണ് അടച്ചുപൂട്ടിയിരിക്കുന്നത്, ഭയവും വെറുപ്പും വിദ്വേഷവും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. അവരുടെ മുമ്പിലേക്ക് പ്രകാശമായി ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് കരുണയായിട്ടാണ്. ആ കരുണ അവരിലേക്ക് നിറയുമ്പോഴാണ്. എന്നിട്ട് അവരോട് അവിടെ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനുമാണ്. ഈ ലോകം മുഴുവനും പോയി ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. അത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും സുവിശേഷമാണ്. അഗാധമായി സ്നേഹിക്കാനുള്ള ഒരു വിളിയാണ്. ദൈവത്തെ സ്നേഹിക്കുക, മറ്റു മനുഷ്യരെ സ്നേഹിക്കുക. അപ്പോൾ അങ്ങനെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ഒരു വിളിയാണ് ഈ കരുണ. ഈ കരുണ ഈശോ നമ്മളോട് ഇങ്ങോട്ട് കാണിക്കുന്നതാണ്. നമുക്ക് ഒരു അർഹതയില്ലായിരുന്നിട്ട് പോലും നമുക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഈ കരുണയുടെ തിരുനാൾ ഓരോ മനുഷ്യനെയും, പ്രത്യേകിച്ച് പാപികളെ, യേശുനാഥൻ തൻ്റെ ഈ കരുണയിലേക്ക് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പാപികളുടെ ഇരുളടഞ്ഞ ലോകത്തിലേക്ക്, അവരുടെ ഇരുളടഞ്ഞ ജീവിതത്തിലെ പ്രകാശമാണ് യേശുനാഥൻ. ഈ പ്രകാശത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടത്തേക്ക് വരികയാണ്. അർഹതയില്ലെങ്കിലും അവിടെ നിന്ന് സ്നേഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും തയ്യാറായി നിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്നത്തെ തിരുനാൾ. വീണ്ടും ഈ ചിത്രത്തിലെ വളരെ മനോഹരമായ രണ്ടാമത്തെ കാര്യം, യേശുനാഥൻ്റെ കാൽപാദങ്ങൾ ഒരുപോലെയല്ല ഇരിക്കുന്നത്. സാധാരണ നമ്മൾ ചിത്രങ്ങളിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ യേശുനാഥൻ്റെ തിരുസ്വരൂപങ്ങളിൽ കാണുന്നത് പോലെ ഒരേ പൊസിഷനിലല്ല യേശുനാഥൻ്റെ പാദങ്ങൾ. അതിൽ ഒരു പാദം മുന്നോട്ട് ആഞ്ഞിരിക്കുകയാണ്, ഒരു പാദം മുന്നോട്ട് ആഞ്ഞിരിക്കുക. അതായത് അവിടെ നിന്ന് നടക്കുന്നത് പോലെയാണ്, മുമ്പോട്ട് ആഞ്ഞിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇതൊരു സൂചന തന്നെയാണ്. ഈ കരുണ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയി സ്വീകരിക്കുന്നതല്ല, അവിടുന്ന് നമ്മുടെ അടുക്കിലേക്ക് വരികയാണ് കരുണയും നൽകിക്കൊണ്ട്. അപ്പോൾ ആ കരുണ സ്വീകരിക്കാനായി ഞാൻ എൻ്റെ മനസ്സും ഹൃദയം തുറക്കുക. അതുമാത്രമാണ് കരുണയുടെ തിരുനാൾ ഞാൻ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കാനും ആ ഈശോയുടെ കരുണ സ്വീകരിക്കാനും തയ്യാറാവുക. കരുണയുടെ ദിവസത്തിൽ യേശുനാഥൻ നമ്മളെ വിളിക്കുന്നതാണ്. ഈ കരുണയുടെ തിരുനാളിലെ പ്രാർത്ഥന പോലും കർത്താവിൻ്റെ തിരുമുറിവുകളെ കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്നാണ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. അതായത് കുത്തി മുറിവേൽപ്പിച്ച് അവനെ തന്നെ നമ്മൾ ഇപ്പോൾ സാക്ഷികളായി നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ കരുണ അവനെ തന്നെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ കരുണ ആവശ്യപ്പെടുന്നത്. യേശുനാഥനാണ് നമുക്ക് കരുണ വാങ്ങിത്തരുന്നത്. അവിടുത്തെ കരുണ, അവിടുത്തെ മുറിവുകളിലൂടെയാണ് നമുക്ക് കരുണ അവിടുന്ന് നമ്മളിലേക്ക് നയിക്കുന്നത്. ഈ കരുണയുടെ തിരുനാളിൽ ഈ കരുണ ഇങ്ങനെ അഗാധമായി, ഇത് ഈശോനാഥൻ നമുക്ക് സൗജന്യമായി നൽകുന്നതാണ്. നമ്മളത് സ്വീകരിച്ചാൽ മാത്രം മതി. പക്ഷേ ഈ കരുണയുടെ തിരുനാൾ നമ്മളെ മറ്റൊരു കാര്യം കൂടി ഈശോനാഥൻ സൂചിപ്പിക്കുന്നുണ്ട്. കരുണയുള്ള മനുഷ്യരായി മാറണം നമ്മൾ. വെറുതെ കരുണ സ്വീകരിച്ചിട്ട് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമാണ്, ഇതിങ്ങനെ സ്വീകരിച്ചു പോകാനുള്ള വിളിയല്ല കരുണയുടെ തിരുനാളിൻ്റെ വിളി. ആ വിളി എൻ്റെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിൻ്റെ കരുണ സ്വീകരിച്ച് കരുണ നൽകുന്ന മനുഷ്യരായി മാറണമെന്നാണ്. ഇതിന് ഈ മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 7-ാം വാക്യം നമ്മൾ ഒരുമിച്ച് ചേർത്ത് വായിക്കണം. കരുണ കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കുമെന്നുള്ള ഒരു വാഗ്ദാനം യേശുനാഥൻ പറയുന്നുണ്ട്. കരുണയുള്ളവരോട് കരുണ കാണിക്കും. അപ്പോൾ യേശുനാഥൻ്റെ ഈ കരുണ സ്വീകരിക്കുമ്പോൾ കരുണയുള്ള മനുഷ്യരായി മാറാണ് നമ്മൾ കഴിയണം. ഈ കരുണ എന്ന് പറയുന്നത് അർഹിക്കാത്തത് നൽകേണ്ടതാണ്. പക്ഷെ അർഹിക്കുന്നത് പോലെ നൽകുന്ന സ്നേഹം നൽകാൻ നമ്മൾ മടി കാണിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുനാഥൻ നമ്മളോട് പറയുന്നത് ഈ ചുറ്റുമുള്ള മനുഷ്യരോട് അഗാധമായ കരുണ കാണിക്കുന്ന മനുഷ്യരെ മാറണം. നമ്മുടെ പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ, കുടുംബ പശ്ചാത്തലങ്ങളിൽ, സാമൂഹിക ജീവിതത്തിലൊക്കെ കരുണ കാണിക്കാൻ മറന്നു പോകുന്നുണ്ട്. സ്നേഹിക്കാൻ മറക്കുകയാണ് നമ്മൾ. കരുണയുടെ തിരുനാളിൽ യേശുനാഥൻ ആവശ്യപ്പെടുന്നത് അഗാധമായി സ്നേഹിക്കാനാണ്. കരുണ അർഹതയില്ലെങ്കിൽ പോലും കരുണ കാണിക്കണമെന്നാണ്. എന്നിട്ട് പോലും അർഹതയുള്ള കരുണ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ യേശുനാഥൻ്റെ കരുണ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ? ഒരു ഈ റെയിൽവേ യാത്രയിൽ ഒരു അപ്പനും മകനും ഭാര്യയും കൂടി കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ തന്നെ ഈ ഭാര്യ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ചുറ്റുമിരിക്കുന്നവരെയൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഇവർ 3 പേരും തൊട്ടടുത്ത് ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു കച്ചവടക്കാരൻ വരുന്നുണ്ട്. അവൻ ബിസ്ക്കറ്റും ലേസും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ മകൻ അപ്പനോട് പറയുകയാണ്, എനിക്കൊരു പാക്കറ്റ് ലേസ് മേടിച്ചു തരുമോ? അപ്പം പറഞ്ഞു, ലേസ് മേടിക്കണ്ട, നീ വേറെ എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ മകൻ വില കൂടിയ ഒരു ചോക്ലേറ്റ് തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ അപ്പൻ ആ പൈസ കൊടുത്ത് ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തു. അപ്പോൾ അമ്മ വളരെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന ആ സ്ത്രീ ഭർത്താവിനോട് സ്വകാര്യം എന്ന് വേണം പറഞ്ഞു, എനിക്ക് ഹാർട്സിൻ്റെ ആ ബിസ്ക്കറ്റ് മേടിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഉടനെ ആ മനുഷ്യൻ പറയണം, പറ്റത്തില്ല, അത് വേണ്ട എന്ന് വളരെ ദാർഢ്യത്തോടെ പറയുകയും ആ സ്ത്രീയുടെ മുഖത്തെ പ്രകാശം കെട്ടുപോവുകയുമാണ്. അവൾ പിന്നീട് ചിരിച്ചിട്ടില്ല. ആ യാത്ര അവസാനിക്കുന്നവരെയും അവൾ പിന്നീട് ചിരിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ലഭിക്കേണ്ട കരുണ പോലും, സ്നേഹം പോലും ലഭിക്കാതെ ചില മനുഷ്യരുടെ ജീവിതത്തെ നമ്മൾ ഇരുട്ടാക്കി മാറ്റുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രകാശത്തെ കെടുത്തി കളയുന്ന മനുഷ്യരെ നമ്മൾ മാറുകയാണ്. അവിടെ ഈ യേശുനാഥൻ ആ ചിത്രത്തിലേതുപോലെ യേശുനാഥൻ പ്രകാശമായി മാറുകയാണ് വെളിച്ചത്തിൽ, ഇരുട്ടത്ത്. ഇവിടെ ഉള്ള പ്രകാശം കെടുത്തിക്കളയുന്ന ഇരുട്ടായി നമ്മൾ മാറുമ്പോൾ കരുണ കൊടുക്കാത്ത മനുഷ്യരെ നമ്മൾ മാറുകയാണ്. അപ്പോൾ യേശുനാഥൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ലോകത്തിലെ ഇരുണ്ടുപോയ മനുഷ്യർക്ക് പ്രകാശം നൽകുന്ന കരുണയായി നമ്മൾ മാറണമെന്നാണ്. മറ്റൊരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു സ്ത്രീ അവളുടെ ഒരു ചെറിയൊരു കുഞ്ഞിനെ, 6 or 7 മാസമുള്ള ഒരു കുഞ്ഞിനെ അവൾ ഇങ്ങനെ കട്ടിലിൽ കിടത്തിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ അപ്പനെ നീ സ്നേഹിക്കണം, നിൻ്റെ അപ്പനോട് നീ എന്തെങ്കിലും തെറ്റായിട്ട് പെരുമാറിയ നിന്നെ ഞാൻ നല്ല അടി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറയുന്ന ഒരു വീഡിയോ. എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ആ സ്ത്രീ മരിച്ചുപോയി.
ആ കുഞ്ഞിനിപ്പോൾ ഏതാണ്ട് 6-7 വയസ്സായി. അപ്പോൾ ആ സ്ത്രീ മരിക്കുന്നതിന് മുമ്പ് ഒത്തിരിയേറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ഒരെണ്ണം ഇങ്ങനെ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഈ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നിങ്ങൾ ആഘോഷിക്കേണ്ടത് ഈ ബുർജ് ഖലീഫയിൽ കൊണ്ടുപോയി എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. ആ സ്ത്രീ മരിച്ചുപോയി. ആ കുഞ്ഞും അപ്പനും അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ മകന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഈ അപ്പൻ. അതായത് ആ സ്ത്രീയുടെ മരണത്തോടു കൂടി അവരുടെ ജീവിതത്തിൽ ഇരുട്ടായി, അപ്പൻ്റെയും മകൻ്റെയും ജീവിതത്തിൽ ഇരുട്ടായി. നമുക്കറിയാം അമ്മ നഷ്ടപ്പെടുമ്പോൾ ഒരു കുടുംബത്തിലുണ്ടാകുന്ന സങ്കടം എന്തുമാത്രമാണെന്ന്. പക്ഷേ ആ ഇരുട്ടിലേക്ക് തൻ്റെ മകനെ തള്ളിവിടാൻ ഈ അപ്പൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം വെളിച്ചമായി മാറുകയാണ്. അമ്മ കൊടുക്കാൻ അതായത് അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയാതെ പോയ സ്നേഹം പോലും ഈ അപ്പൻ മകന് വാരിക്കോരി കൊടുക്കുകയാണ്. അവർ ജീവിതം ഇപ്പോൾ ആഘോഷിക്കുകയാണ്, അവരുടെ ജീവിതം ഈ അമ്മ ആവശ്യപ്പെട്ടതനുസരിച്ച്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഈ അപ്പന് വേണമെങ്കിൽ അതൊക്കെ മറന്നു കളയാമായിരുന്നു. പക്ഷേ അദ്ദേഹം സ്നേഹവും കരുണയൊക്കെ കൊടുത്തുകൊണ്ട് ആ മകൻ്റെ ജീവിതത്തെ പ്രകാശമാക്കുകയാണ്. കരുണയുടെ തിരുനാൾ എന്നെ വിളിക്കുന്നത് ഇതുപോലെ ഇരുള് നിറഞ്ഞ ജീവിതത്തിൽ പ്രകാശത്തിൻ്റെ കണികയെ മാറാനാണ്. അതാണ് കരുണ. യേശുനാഥൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണിച്ച കരുണ അതാണ്. ഇരുണ്ടു പോയേക്കാവുന്ന ജീവിതങ്ങളെ ഈ തോമസ് അപ്പോസ്തലന് മുമ്പിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ അപ്പോസ്തലനെ നമുക്ക് ലഭിക്കില്ലായിരുന്നു. ഇന്ന് ഭാരതം മുഴുവനും ക്രിസ്തുവിൻ്റെ പ്രകാശം കൊണ്ട് നിറയില്ലായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യന് ക്രിസ്തു കരുണ കാണിച്ചതുകൊണ്ട്, പ്രകാശം കാണിച്ചതുകൊണ്ട് അവൻ ലോകം മുഴുവനും പ്രകാശം പരത്തി. അപ്പോൾ അതുപോലെ ക്രിസ്തുവിൻ്റെ കരുണ സ്വീകരിക്കുന്ന നമ്മളും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് കരുണ പകർത്തുന്ന മനുഷ്യരായി മാറണമെന്നുള്ള ഒരു ഓർമ്മയാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്നത്. ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശുനാഥൻ എനിക്ക് സൗജന്യമായി നൽകുന്ന ആ കരുണ സ്നേഹത്തോടെ സ്വീകരിക്കാൻ, ചുറ്റുമുള്ള മനുഷ്യരോട് കരുണ കാണിക്കുന്ന മനുഷ്യരെ മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.